വിഷയത്തിലേക്ക് വരാം. എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും. അതായത് നമ്മള് സ്ഥിരം അതായത് കണ്ടന്റുകൾ ആരാണ് ബിഗ് ബോസിൽ കൂടുതൽ കൊടുക്കുമെന്നുള്ളതിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. രേണുസുതി വളരെ വ്യക്തമായിട്ട് തന്റെ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ എപ്പിസോഡിലേക്കുള്ളത് വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട്. ഒരു തലവേദന കറക്റ്റ് രേണുസുതിക്ക് അറിയാം ബിഗ് ബോസ് ഹൗസിനകത്ത് ഉറങ്ങാൻ പാടില്ല. അപ്പൊ ഉറങ്ങാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഒരു കോൺട്രവേഴ്സി വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ പ്രീ പ്ലാൻഡ് ആയിരുന്നിട്ടുള്ള ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് അവിടെ കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തത്. അത് ബിബിയുടെ സ്ക്രിപ്റ്റ് എന്നല്ല. രേണുസുതി ഓൾറെഡി 100 ദിവസം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ 100 ദിവസത്തേക്കുമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റുമായിട്ടായിരിക്കണം ഈ പറയുന്ന ഹൗസിനുള്ളിൽ എത്തിയിട്ടുള്ളത്. കാരണം വളരെ ക്ലിയർ ആയിട്ട് അത് വർക്ക്ഔട്ട് ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും വളരെ മികച്ച ഒരു മത്സരാർത്ഥിയായിട്ട് തന്നെയാണ് രേണുസുതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിനും ഇത് തന്നെയാണ് വേണ്ടത്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് ഗെയിമുകൾ വരുന്ന ഒരിടമാണ്. അതായത് അടി, പിടി, ചൊറിച്ചിൽ, മാന്തൽ, അങ്ങനെയുള്ള ഓരോ വ്യക്തികളും അവരുടേതായിട്ടുള്ള കഴിവുകൾ അവിടെ അവർ പുറത്തു കൊണ്ടുവരുന്നു. ഒരുപാട് ദിവസം ഇങ്ങനെ ഫേക്ക് ഫേസ് ഇട്ട് നിൽക്കും. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ റിയൽ ഫേസിലേക്ക് എത്തും. പിന്നെ രേണുസുതിയെ പോലൊരു കണ്ടസ്റ്റന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് നാൾ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ അവർ വളരെ വ്യക്തമായിട്ട് അവരെന്താണോ അത് അവർ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ പൊക്കോട്ടെ. എന്തായാലും അവർ ആ ഒരു രീതിയിൽ തന്നെ കളിക്കത്തുള്ളൂ. അത് അങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ എല്ലാ പുറത്തുണ്ടായിരുന്ന വിഷയങ്ങളും അറിയുന്നവർ തന്നെയാണ് ഈ പറയുന്ന ബിബി ഹൗസിനകത്ത് ഉള്ളത്. അപ്പൊ ഈ ബിബി ഹൗസിനകത്തുള്ളവർക്ക് രേണു എങ്ങോട്ട് ചാടും, എങ്ങോട്ട് പോകും എന്നുള്ളത് ഇപ്പൊ കറക്റ്റ് വ്യക്തമായിട്ടുണ്ടെന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം രേണു ആ ഒരു തലവേദനയുടെ വിഷയം പറഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ തലവേദന മാറി വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു രേണുവിന്റെ അടുത്ത് വന്നിട്ട് മറ്റു മത്സരാർത്ഥികൾ തന്റെ തലവേദന, അതായത് രേണുവിന് തലവേദന ആയിരുന്നില്ല ഇപ്പോൾ ഓക്കെ ആയോ എന്ന രീതിയിൽ തുടങ്ങുന്ന ഒരു കോൺവെർസേഷൻ അത് വഴക്കിലേക്ക് പോകുന്നു. വളരെ അഗ്രസീവായിട്ടുള്ള, അതായത് തലവേദന മണിക്കൂറുകൾക്ക് മുമ്പ് തലവേദന ആയിരുന്ന രേണു വളരെ അഗ്രസീവായിട്ട് അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളോട് ക്ഷുഭിതയാവുന്ന ഒരു രേണുവിനെ നമുക്ക് കാണാൻ സാധിച്ചു. അതായത് ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ രേണുസുതി ഫ്ലവർ അല്ല ഫയർ ആണ് എന്ന് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും ഇട്ടിട്ട് ഇങ്ങോട്ട് കത്തി കയറി വന്നപ്പോ പെട്ടെന്ന് ആരോ വന്നിട്ട്, അനുമോളാണോന്ന് തോന്നുന്നു, അനുമോൾ വന്നിട്ട് ചോദിക്കുവാണ്. കറക്റ്റ് പോയിന്റിലാണ് അനുമോൾ ആ കൗണ്ടർ അടിച്ചിട്ടുള്ളത്. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അനുമോൾ ചേച്ചി തലവേദന ഉള്ള ഒരാൾ ഇത്ര അഗ്രസീവായിട്ട് എങ്ങനെയാ ഫയർ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ഉടനെ പിന്നെയും രേണുവിന് തലവേദന വന്നു. സഡൻലി സെക്കൻഡുകൾ കൊണ്ട് ഫയർ ചെയ്ത് തലവേദനയൊക്കെ പോയി എന്ന് പറഞ്ഞിരുന്ന രേണു സഡൻലി ട്വിസ്റ്റ് ചെയ്ത് തലവേദനയിലേക്ക് എത്തി. അതായത് പിന്നെയും മറ്റേ പഴയ അഭിനയത്തിലേക്ക് എത്തി. അവിടെ വന്ന് ക്യാമറയുടെ മുന്നിലുള്ള പട്ടിഷോ തുടങ്ങി, പട്ടിഷോ കാണിച്ചു. അത് കഴിഞ്ഞ് ഈ പറയുന്ന ക്യാപ്റ്റൻ ആരെന്നറിയാലോ, അനീഷ്, കോമണർ ആയിട്ടുള്ള അനീഷ്. അത് മറ്റൊരു ദുരന്തം. എനിക്ക് അവിടെ വേറൊരു കാര്യം വ്യക്തമായത്, അനീഷ് വന്ന് ഇൻട്രോയില്, ലാലേട്ടനുള്ള ആ ഒരു വീഡിയോയിലെ ഇൻട്രോയിൽ പറഞ്ഞത് അനീഷ് ഒരു സ്ത്രീ വിരുദ്ധൻ എന്നാണ്. എനിക്ക് ആ ഒരു അനീഷിന്റെ പ്രവൃത്തികൾ കണ്ടപ്പോൾ അനീഷ് ഒരു പുരുഷ വിരുദ്ധനാണോ എന്ന് വരെ തോന്നി. കാരണം സ്ത്രീ അനുകൂലനായ, വളരെ സ്ത്രീകളോട് സൗമ്യമായി പെരുമാറുന്ന, സ്ത്രീപക്ഷ നിലപാടുകളുള്ള ഒരു വ്യക്തിയാണ് അനീഷ് എന്ന് എനിക്കിപ്പോ തോന്നുന്നു. കാരണം അനീഷിന് നല്ല രീതിയിലുള്ള ഒരു പുരുഷ വിരോധമാണ് മെയിൻ ആയിട്ട് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്. കാരണം ഈ തലവേദനയുമായി ബന്ധപ്പെട്ട് രേണുസുതി കിടക്കുന്ന സമയത്ത് തന്നെ ഷാനവാസ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് വന്നിട്ട് ഇതേ രീതിയിൽ തനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടില്ല, താൻ എന്നോട് പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഷാനവാസ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഞാൻ ആംഗ്യത്തിൽ ഉൾപ്പെടെ കാണിച്ചു, നേരിട്ട് എല്ലാവരും ഇരിക്കാൻ ഞാനത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും അതൊന്നും അംഗീകരിക്കാതെ ആ തലവേദന ഫേക്ക് ആണെന്നും രേണുസുതിയുടെ തലവേദന റിയൽ ആയിരുന്നു എന്നുള്ള വാദത്തോടു കൂടി അവിടെ നല്ല രീതിയിൽ ശബ്ദമുയർത്തുന്ന ഒരു അനീഷ് നമുക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീ വിരുദ്ധൻ എന്ന് മോഹൻലാൽ പറഞ്ഞ മോഹൻലാലിന്റെ ആ സ്റ്റേറ്റ്മെന്റ് പുള്ളി എടുത്ത് മാറ്റണം. കാരണം പുള്ളി ഒരു സ്ത്രീ വിരുദ്ധനല്ല, സ്ത്രീ അനുകൂലിയാണ്. പുള്ളി പുരുഷ വിരുദ്ധനാണ്. പുരുഷ വിരുദ്ധനായ ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ പറയുന്ന അനീഷ്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലെ കണ്ട എപ്പിസോഡിനകത്ത് മെയിൻ ആയിട്ടുണ്ടായിരുന്നത് നോമിനേഷൻസ് ആയിരുന്നു. നോമിനേഷൻസിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മറ്റുള്ള എല്ലാവരും പല പല റീസൺസുകൾ പറയുന്നു. അവരുടെ ഗെയിം സ്ട്രാറ്റജി കൊള്ളത്തില്ല, ഗെയിമിൽ നല്ലോണം ഇൻവോൾവ് ആവുന്നില്ല, അവർ വളരെ ഫേക്ക് മാസ്ക് അണിഞ്ഞാണ് നിൽക്കുന്നത്, കപടതയാണ്. ഇതെല്ലാം തന്നെ ഓക്കെയാണ്. അവർ പറഞ്ഞ ആ പോയിന്റുകളെല്ലാം തന്നെ അവരവിടെ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിനകത്ത് ഈ ഷാനവാസ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് മറ്റൊരു ഫീമെയിൽ കണ്ടസ്റ്റന്റിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച്, അവരൊരു മോഡലിംഗ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, ഒരു മോഡലിംഗ് പ്രൊഫഷൻ ആക്കിയിട്ടുള്ള ഒരു ലേഡിയാണ്.
അവര് മലയാളിയാണെങ്കിൽ പോലും അവർ വളർന്നതെല്ലാം പുറത്താണ്. അപ്പോൾ അവരുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടതായിരിക്കും. അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അവരുടെ വസ്ത്രധാരണം. അത് അവരുടെ മാത്രം സ്വതന്ത്രമായിട്ടുള്ള ഒരു സംഭവമാണ്. അതിലേക്ക് ഷാനവാസ് വന്ന് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം അങ്ങനെയല്ലല്ലോ, കേരള സംസ്കാരത്തിന്റെ വസ്ത്രധാരണം ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയാൻ ഈ ഷാനവാസ് നിക്കർ വിട്ടുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. ഈ നിക്കർ വിട്ടുകൊണ്ട് ഇരിക്കുന്ന ഷാനവാസാണ് മറ്റൊരു പെങ്കൊച്ച്, അതായത് ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് വസ്ത്രധാരണം മോശമാണെന്ന രീതിയിൽ അവളെ നോമിനേറ്റ് ചെയ്യുന്നത്. വസ്ത്രധാരണത്തിൽ കുറച്ചും കൂടെയൊക്കെ ഒന്ന് മാനേജ് കീപ്പ് ചെയ്യണമെന്ന്, ഇത് നമ്മളെ സംസ്കാരത്തിന് ചേരില്ല എന്നും ആ ഒരു നിലപാടും അതുപോലെ തന്നെ ആ നോമിനേഷനിൽ ആ ഒരു ഇത് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, നോർമലൈസ് ചെയ്ത് ചിന്തിക്കുമ്പോൾ എനിക്കെന്നല്ല നോർമലി എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെന്ത് ധരിക്കണമെന്നും അവർക്ക് എന്ത് വേഷത്തിൽ ജീവിക്കണമെന്നും അവരെന്ത് ഐഡന്റിറ്റി ജീവിക്കണമെന്നും സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ. അതിൽ ഏറ്റവും കൂടുതൽ അത് ക്ലിയർ ആയിട്ട് കൊണ്ടുപോകുന്ന സ്ഥലവും കേരളം തന്നെയാണ്. കാരണം കേരളത്തിൽ ഇന്ന് എല്ലാ തരത്തിലുള്ള ആളുകളെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരിടമാണ്. ആ ഒരിടത്താണ് ഒരു ഷോയില്, അതും ഇന്റർനാഷണൽ ലെവലിൽ വരെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ഷോയാണ് ഈ പറയുന്ന ബിഗ് ബോസ്. അത് എല്ലാവരും ചിന്തിക്കുന്നത് കേരളത്തിൽ മാത്രമുള്ള, ഒരിക്കലുമല്ല. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്റർനാഷണൽ തലത്തിൽ വരെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അത് ഇവിടെ ഇമാതിരി പേക്കൂത്താണെങ്കിൽ പോലും അതിന്റെ റിയൽ വെർഷൻ എന്ന് പറയുന്നത് വളരെ ക്ലിയർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ഇവിടെ അത് കറക്റ്റ് ആയിട്ട് അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേയിലല്ല വർക്ക് ആവുന്നത്. പക്ഷെ പുറം രാജ്യങ്ങളിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് വളരെ ജനപങ്കാളിത്തം കൂടുതലുണ്ട്. അതുപോലെ തന്നെ അതിന്റെ റിയൽ എന്താണോ ആ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അവിടെ കിട്ടുന്നുമുണ്ട്. ഇവിടെ ഇമാതിരി ചന്ത വർത്തമാനവും കൂട്ടത്തല്ലും അടിയും പിടിയും അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇവിടുത്തെ ബിഗ് ബോസ്. പിന്നെ കുറെ പരദൂഷണം, പിന്നെ കുറെ റൂമേഴ്സ്, അതുപോലെ തന്നെ പിന്നെ കുറെ വിവാദങ്ങൾ. അത് വേറെ, അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. നമ്മളിപ്പം ബിഗ് ബോസിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ എപ്പിസോഡുകളെയാണ് നമ്മളിപ്പോൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു നോമിനേഷൻ എനിക്ക് വളരെ ഒരു മോശമായിട്ടുള്ള ഒരു സമീപനമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ മറ്റു കണ്ടസ്റ്റന്റുകളെല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ അവരുടേതായ ഇൻപുട്ടുകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെയും റിയൽ ഫേസുകൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യക്തമാവും. എന്തായാലും ഒരു ശക്തമായിട്ടൊരു മത്സരം നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഞാനും കരുതുന്നത്. അപ്പൊ രേണുസുതി, ആശംസകൾ. എന്തായാലും ധീരമായി തന്നെ മുന്നോട്ട് പോവുക. ഇതേ രീതിയിൽ ഓരോ ദിവസത്തേക്ക് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റുകൾ വളരെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക. എന്തായാലും തലവേദനയുടെ സ്ക്രിപ്റ്റ് പൊളിഞ്ഞിട്ടുണ്ട്. അത് ബിബിക്കകത്തുള്ളവർ തന്നെ പൊളിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഇപ്പം ജനത്തിനും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവരെ അനുകൂലിക്കുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അവർ എന്തോ ആയിക്കോട്ടെ, അവർ അതുവഴി അവരുടെ ഗെയിമുമായിട്ട് മുന്നോട്ടോട്ടെ. അവരവിടെ കാണിക്കുന്നതുമായിട്ടുള്ള വിഷയം തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യപ്പെടും, അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും. അവർ നല്ല രീതിയിലുള്ള ഒരു ഇത് കാണിച്ചു കഴിഞ്ഞാൽ അത് അതേ രീതിയിൽ തന്നെ പറയുന്നതിനും ഒരു മടിയും കാണിക്കത്തില്ല. എല്ലാ തരത്തിലും എനിക്ക് ആരോടും പക്ഷഭേദമില്ല. ഒരു കണ്ടസ്റ്റൻസിനോടും എനിക്കൊരു പക്ഷഭേദമില്ല. ഞാൻ ആരുടെയും PR അല്ല. അതുകൊണ്ട് തന്നെ ആരാണോ മികച്ചതായിട്ട് നിൽക്കുന്നത് അത് ഞാൻ വ്യക്തമായിട്ട് പറയും. ഈ രണ്ടാമത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് ആവുമ്പോഴും ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ഗെയിം സ്ട്രാറ്റജി കൊള്ളാം, ആ ആള് കളിക്കുന്ന ഗെയിം പാറ്റേൺ നല്ലതാണ്, ഇയാളൊരു ബെസ്റ്റ് പ്ലെയർ ആണെന്ന് പറയാൻ ആരും ഇപ്പോൾ എന്റെ ഒരു പേഴ്സണൽ അനലൈസിൽ എനിക്ക് കണ്ടിട്ടില്ല. വരും ദിവസങ്ങളിൽ എന്തായാലും അങ്ങനെ ഒരാളെ ഞാൻ ചൂസ് ചെയ്യുന്നതായിരിക്കും. അയാൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ടും ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഇനി വരും ദിവസങ്ങളിലുള്ള റിയാക്ഷൻ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ എന്തായാലും നിർത്തുന്നു. മറ്റു വിഷയങ്ങളുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.